ഹേ ഗൈസിൻ്റെ പുതിയവിളിക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്നൊരു ഗ്യാസ് ഷോപ്പ് തുടങ്ങാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ. ഞാൻ ആദ്യം നല്ല സ്ഥലം എടുക്കണം, പിന്നെ വണ്ടി എടുക്കണം. വണ്ടി എനിക്കറിയാം, ഷോപ്പുണ്ട്, ആ വണ്ടി മതിയാവും. പിന്നെ സ്ഥലം എൻ്റെ പഴയ വീട് ട്രെവറൊക്കെ ആണെങ്കിൽ തിരിച്ചു പോയായിരുന്നു. പിന്നെ ഈ വണ്ടി എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചാൽ, വണ്ടി ശരിക്കും തോന്നുന്നു എല്ലാം ഒന്ന് സർവീസിനൊക്കെ കൊടുക്കാൻ സമയമായി. അപ്പം അതും ഞാൻ കൊടുത്തായിരുന്നു, സർവീസിന് എല്ലാ വണ്ടിയും കൊടുത്തായിരുന്നു. ഫസ്റ്റ് സർവീസ് അത് ഞാൻ വണ്ടി ഫസ്റ്റ് സർവീസിന് കൊടുത്ത്. പിന്നെ ഈ ബൈക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ്, ഈ ബുള്ളറ്റ്. അതിൻ്റെ ഞാൻ ഒരു എടുത്ത വീഡിയോ ഇടാം, ഈ ബൈക്ക് എടുക്കുന്ന വീഡിയോ ഞാൻ ഇടാം. ബൈക്ക് എടുത്ത സ്പോട്ടിലെടുത്ത വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം നമുക്ക് നേരെ ആദ്യം പുതിയൊരു വണ്ടി വാങ്ങിക്കാൻ പോകണം ഗ്യാസിന്, എന്നിട്ട് ഗ്യാസ് കപ്പണം. സ്ഥലം ഞാൻ ട്രെവറിൻ്റെ ആ വീട്ടിലാണ് ഉദ്ദേശിക്കുന്നത്. ട്രെവർ ഇപ്പോൾ ഈ സ്ഥലത്തില്ല, ട്രെവർ തിരിച്ചു പോയി. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഗോയിങ് ടു ഷോറൂം. ഈ ബൈക്ക് എടുക്കുന്ന വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യാം ഗൈസ്. ഓക്കെ, പോയിക്കോളൂ. ഇതുവഴിയല്ലേ? പിന്നെ ഇതുവഴിയാണെന്ന് തോന്നുന്ന. യെസ്, അവിടെയാണ് ഷോറൂം. ഓക്കെ, അപ്പം ഇതുവഴി പുല്ല് വഴി കയറി പോവാം ഗൈസ്, പുല്ല് വഴി. ഓക്കെ, ഓക്കെ. ഇവിടെ വണ്ടിയെല്ലാം ഉണ്ടോയെന്ന് തോന്നുന്നു. ഞാൻ പോയി ചെക്ക് ചെയ്യണം ഗൈസ്, ചെക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, അകത്തോട്ട് പോയി നോക്കാം നമുക്ക്. ഇവിടെ 2 ഹമ്മറാണോ ഉള്ളത്? ഈ ഹമ്മർ ഉള്ളല്ലോ. ഒരു നോർമൽ ഇത് വൈറ്റ് ആണോ സിൽവർ ആണോ എന്ന് അറിയത്തില്ല. ഇത് റെഡ് ഹമ്മർ. അപ്പം ഏതെടുക്കാം? അതിന് മുമ്പ് ഈ ഷോറൂമിലത്തെ ആളെ കാണാനില്ലല്ലോ. ആളെവിടെ പോയോ എന്തോ. ഓ സാറേ, വണ്ടി എടുക്കാനാണോ? ഏത് വണ്ടിയാണ് വേണ്ടേ? നിങ്ങൾ വന്നോ? ഇവിടെ ഈ 2 ഹമ്മേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ കളേഴ്സ് ഇല്ല? ഇല്ല സാറേ, ബാക്കിയെല്ലാം സ്റ്റോക്ക് തീർന്നു. ഇനി ബാക്കി വരുത്തിച്ചാലേ ഉള്ളൂ. ഇത്രയും ഹമ്മർ ഈ 2 എണ്ണം ഇപ്പോൾ ഇവിടെ സ്റ്റോക്കുള്ളൂ. സാറിനില്ല ഏതാ വേണ്ടേ? എനിക്ക് ഈ 2ൻ്റെ ഒന്ന് പ്രൈസും കൂടെ പറയുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്ന ഈ റെഡാ. ഈ വൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 1 ലക്ഷം, ഇതാണെങ്കിൽ 5 ലക്ഷം. 5 ലക്ഷം ആണെങ്കിലും കുഴപ്പമില്ല. ഈ റെഡ് തന്നെ മതി, ഇതൊരു നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ റെഡ് തന്നെ ഫിക്സ് ചെയ്തോ. പൈസ ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് പറഞ്ഞാൽ ഗൂഗിൾ പേയിൽ അയക്കാം. ഓക്കെ സാറേ, ഇന്ന് അക്കൗണ്ട്. ഓക്കെ, ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയോ പൈസ? കിട്ടി സാറേ. ഈ വണ്ടിയുടെ ഇന്നോ സാറേ? ഓക്കെ ഗൈസ്, അപ്പം പൈസയൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി നേരെ വണ്ടി എടുത്ത് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. പക്ഷെ അതിന് മുമ്പ് ആദ്യം ഒരു ഗ്യാസ് സ്പോട്ട് കണ്ടുപിടിക്കാം. മീൻസ് ആ സിലിണ്ടറൊക്കെ വച്ചേക്കുന്നത് നമുക്ക് സിലിണ്ടർ, ഞാൻ ഉദ്ദേശിക്കുന്ന സിലിണ്ടർ മാത്രം വിളിക്കാനാണ്. സ്റ്റൗ വയ്ക്കുന്നില്ല, സിലിണ്ടർ മാത്രം കൊടുക്കാം, സ്റ്റൗ കൊടുക്കുന്നില്ല. അതെൻ്റെ ഐഡിയ. എൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ ഉണ്ട് ഗൈസ്? നമുക്ക് രണ്ടെണ്ണം വീതം എടുക്കാം. ഇത് ഭയങ്കര പാടാണ് ഈ ഗ്യാസ് വെച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാൻ. എൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കുകയാണ്, അത് ഞാൻ പിന്നെ ഒരു ദിവസം വന്നെടുക്കാം. പിന്നെ എപ്പോഴും ഞാൻ വന്നെടുക്കാം. ഞാൻ വേറെ കൊണ്ടുവരാൻ പറഞ്ഞില്ല. ഇനി ഗ്യാസ് എവിടെയാണോ ഉള്ളത് അതിന് പോയി തപ്പണം, ഗ്യാസിൻ്റെ കാര്യം. ഓക്കെ, ഇതെൻ്റെ കമ്പനി വണ്ടി എടുക്കാം. ഓക്കെ, ഈ ഗ്യാസ് എവിടെ കിട്ടും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഗ്യാസ് എവിടെ വാങ്ങിക്കാൻ കിട്ടും? ഗോഡൗണിൽ കാണും ഗൈസ്, ഗോഡൗണിൽ. അയ്യോ, വണ്ടി ഇടിച്ച് മേടിച്ചതേ ഉള്ളൂ, അപ്പത്തേക്കും പോയിടിച്ച്. വണ്ടിയുടെ ഡോറ് ജാമായി, അത് തിരിച്ചെടുത്താണ്. അടഞ്ഞടഞ്ഞു. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്, വണ്ടിക്ക് ഡാമേജ് ഒന്നും. ഗോഡൗണിൽ ഗ്യാസ് കാണും, ഗോഡൗണിൽ കാണാൻ നല്ല ചാൻസ് ഉണ്ട്.
വെയിറ്റ് മിനിറ്റ്, ഇവിടെ ഗ്യാസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ആരില്ലേ, ഞാൻ ചോദിച്ചു നോക്കട്ടെ. പക്ഷെ നമുക്ക് കിട്ടുന്ന കാശ് പകുതി ഇതിന് പോവും. കാരണം ഗ്യാസ് വേറെ വാങ്ങിക്കണമെങ്കിലേ ഇത് 2 ഞാൻ ആലോചിക്കാം. ഇപ്പം ഒരു ട്രിപ്പിന് 10 വാങ്ങിക്കാം. ഇപ്പം 10 വാങ്ങിക്കാം. ഇത് ആരും ഇവിടെ കാണുന്നില്ലല്ലോ, ആരും ഇവിടെ കാണുന്നില്ല. ആ സാറേ, ഇവിടെ ഗ്യാസ് തീർന്നോ? ആ സാറേ, സിലിണ്ടർ തീർന്നു. ഇനി വരാൻ ഇച്ചിരി സമയം കൂടെ എടുക്കും. ഓ, എനിക്ക് ഒരു 10 സിലിണ്ടർ വേണമായിരുന്നു. അപ്പം 2 വീണ്ടും ഞാൻ വാങ്ങിക്കും. ഓക്കെ, അങ്ങനെ എടുത്തോ സാറേ. കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് വരും. ഓക്കെ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവച്ച് സമയം എടുക്കും. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ കുറച്ച് നേരം. ഓക്കെ ഗൈസ്, ഗ്യാസൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പിൽ 10 തന്നെ വന്നത്. ചേട്ടാ, ഇവിടെ ഒരു ട്രിപ്പിന് എത്ര വരുന്നത്? ഒരു പ്രാവശ്യം എല്ലായിടത്തും 10 തന്നെ തരുന്നു. ആണോ? ഓക്കെ. ഞാനൊരു ഗ്യാസ് ഷോപ്പ് തുടങ്ങാൻ മേടിക്കുന്നത്. എനിക്ക് 10 വേണോ എന്നപ്പോൾ ഓരോ വട്ടവും ഇത് എത്ര കയറുമെന്ന് ഞാൻ നോക്കട്ടെ വണ്ടിയിൽ. അങ്ങനെ നോക്കി ചെയ്താൽ മതി സാറേ, പതുക്കെ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, ഈ വണ്ടിയിൽ എങ്ങനെ കയറുന്ന സംഭവം ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഗായ്സ് അടുത്ത ട്രിപ്പ് വന്നതെന്ന്. അപ്പം അതിൽ നിന്നില്ലേ ഞാൻ ഒരു 5 എടുത്ത് വെച്ചു. അപ്പം 5 ഇതിനകത്ത് കയറും. പക്ഷെ ഇതൊന്ന് താഴെ വീഴുമെന്ന്. ഈ വണ്ടി പതുക്കെ ഓടിക്കണം, അതാണ് ടാസ്ക്. ഇവിടെ ഒരു സ്ലോപ്പും ഉണ്ട്. ചേട്ടാ, ഇത് പറ്റുമോ? പതുക്കെ ചെയ്താൽ മതി, പോവും. ഓക്കെ, ക്യാഷ് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 കൂടെ ഞാൻ എടുക്കാൻ വരെ. ഓക്കെ സാറേ, വന്നോ. ഓക്കെ ഗൈസ്, ഒരു 5 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 5 എടുക്കണം. അപ്പം 10 ആവും. ഇത് പതുക്കെ നമുക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അയ്യോ ആടുന്നു. അയ്യോ ഗൈസ്, 2 വന്ന് പുറത്ത് വീണു. ഇന്നിപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഒന്ന് സെറ്റാക്കാം. അതിൽ സെറ്റ് ഇറ്റ്. ഓക്കെ ഗൈസ്, 2 കൂടെ ഞാൻ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. നീ ടാസ്ക് ഇതെങ്ങനെ കൊണ്ടുപോകുന്നതാണ്. പതുക്കെ പോകണം, അവിടം വരെ നമുക്ക് പോകണം. ഒരു സൈഡാണെങ്കിൽ അതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഗ്യാസിന് ലീക്കുന്ന പണി പാടും. കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ് ഇത്. ഞാൻ തന്നെ തുടങ്ങുന്നൊരു ഷോപ്പും കൂടെയാ. ഒരിച്ചിരി സമയം എടുക്കുമല്ലോ. ഞാൻ ക്ലിപ്സ് ഫാസ്റ്റ് ആക്കുന്നില്ല, ഇങ്ങനെ തന്നെ ആക്കുന്നതേ ഉള്ളൂ. ക്ലിപ്സ് ഇങ്ങനെ തന്നെ ഇരിക്കുക ഗൈസ്, ഫാസ്റ്റ് ആക്കുന്നില്ല. പതുക്കെ വണ്ടിയിലൊന്ന് തട്ടാന്നാ മതിയായിരുന്നു. ഇത് അയ്യോ ഇതൊന്ന് വീഴുണ്ടോ സൈഡിലോ ഇരിക്കുന്നത്? അതൊരു സംശയമാണ്. പതുക്കെ പോണം, പതുക്കെ അയ്യോ. ഓക്കെ, കുറച്ച് പിടിവിടാം. പതുക്കെ പോട്ടെ. അടിപൊളി. അതൊന്നും താഴെ വീഴുന്നു. അതെടുത്തൊന്ന് വൈക്കട്ട് ഗൈസ്. ആ ഗ്യാസ് ഞാൻ ഒന്നെടുത്ത് വൈക്കട്ട് തന്നെ കൂട്ടിട്ട്. ഓക്കെ ഗൈസ്, എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പതുക്കെ പോകണം. എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, പോണം. പതുക്കെ പോണം ഗൈസ്, പതുക്കെ. ഗോ സ്ലോലി. ടൈം എടുക്കും. ഞാൻ ക്ലിപ്സ് ഒന്നും ഫാസ്റ്റ് ആക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോവാം. പതുക്കെ. സ്പീഡ് കൂടിയത് പ്രശ്നമാണ്. പതുക്കെ. ഇനി ഒരു ട്രിപ്പും കൂടെ വരാനുണ്ട് ഗൈസ്, അതാണ് അടുത്ത പ്രശ്നം. ഓക്കെ, ഞാൻ മറ്റേ ഗ്യാരേജിൽ വയ്ക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗ്യാരേജിൽ തുടങ്ങാം. ബാക്കിലൊരു ഗ്യാരേജ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പഴയ വീടാണ്, ഞാൻ അവന് കൊടുത്തതാണ്. അപ്പം അവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്, അവിടെ ഞാൻ ആലോചിക്കുന്ന വയ്ക്കുകയാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഗ്യാസ് ലോഡ് ചെയ്യുന്നത് മാത്രമേ എടുക്കുന്നുള്ളൂ. എൻ്റെ ഉദ്ഘാടനമൊക്കെ വേറെ വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഓക്കെ, പതുക്കെ. അയ്യോ, പതുക്കെ.
താഴെ മരിച്ചത് വണ്ടി ഇടിച്ചതാവുന്നു. ഓക്കെ പതുക്കെ പോയിക്കോളൂ. ശരിക്കും ഞാൻ മറ്റേ അവിടെ നിന്ന് ഒരെണ്ണം എടുത്ത് വയ്ക്കാൻ നോക്കി, പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് വന്നതാണ്. അപ്പോൾ എടുക്കേണ്ടി വന്നില്ല. രണ്ടാം അവിടെ തന്നെ പോകുന്നു. വേറെ ഒരു ട്രിപ്പ് കൊണ്ടുവന്നു. അപ്പം ഇനിയും കൊണ്ടുവരുമായിരിക്കുന്നത്. അയ്യോ യെസ്, മോളിൽ നിന്ന് താഴോട്ട് ചാതി. ഓക്കെ, ഇനി പതുക്കെ പക്ഷെ ഇതെങ്ങനെ അൺലോഡ് ചെയ്യും ഞാൻ? അതാണ് അടുത്ത പ്രശ്നം. ഇത് അവിടെ കൊണ്ട് അടുക്കി വെക്കണം. ഓക്കെ പോട്ടെ. പക്ഷെ ബാക്ക് വഴി കയറാം നമുക്ക്, അതാ സേഫ്. എടോ ഇയാൾക്കത് ബോധമില്ലേ? മനുഷ്യ ഇവിടെ ഗ്യാസ് പതി കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ഞാൻ ഉള്ളത് കൂടെ തനിക്ക് ബോധം. ഒരാൾ ഇവിടെ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ അവൻ്റെ ഒക്കെ സാഹസം. ഇതൊന്ന് നേരെ ആക്കട്ടെ ഗൈസ്. അവൻ്റെ ഒരു വണ്ടിയുണ്ട്, ലംബോർഗിനി. ഗൈസ് ഒരു വിധിയിലെങ്ങനെ സെറ്റാക്കി. ഇനി പതുക്കെ പോവാം. നേരത്തെ അയാൾ വന്ന് ഇടിച്ചപ്പോൾ മൊത്തം കുളമായി. എങ്ങനെയോ എടുത്ത് വയ്ക്കുന്നത്. യവന്മാർക്കൊന്നും ബോധമില്ല. എൻ്റെ പതുക്കെ ഓടിക്കാം. ഈ വഴി തന്നെ പോവാം. മറ്റേതാ കയറ്റം കയറുമ്പോഴേ അത് പണിപ്പാട്. പതുക്കെ പോയാൽ മതി. ഇനി ആരും മേടിക്കാതിരുന്ന മതിയായി. ഓക്കെ, അതൊക്കെ അകത്തോട്ട് മറിഞ്ഞാൽ നല്ല കാര്യം. ഓക്കെ, ഞാൻ പതുക്കെ കൊണ്ടുവന്നത് അയാൾ സ്പീഡ് വന്ന് വണ്ടി വന്നു പിടിച്ച്. ഞാൻ കിട്ടോ ചെയ്യാനാ. പോട്ടെ. ഞാൻ ആലോചിക്കുന്നത് ഇതിപ്പം ഇന്ന് ജസ്റ്റ് ആ 2 ഗ്യാസും കൊണ്ടുവയ്ക്കാം. പിന്നെ 2 അല്ല 10 ഗ്യാസ് കൊണ്ടുവയ്ക്കാം. ഇത് ഒരെണ്ണത്തിൽ ഇപ്പം 5 എണ്ണം ഉണ്ട്. ഇനി ഒരു 5 കൂടെ കൊണ്ടുവച്ചാൽ 10. അപ്പം ഇപ്പം ജസ്റ്റ് കൊണ്ടുവച്ചിട്ട് ബാക്കി ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, പയ്യെ പോവാം. എങ്ങനത്തെ പ്രശ്നമാവും ഇത്? പയ്യെ നേരെ ചൊവ്വ അവിടം വരെ എത്തിയാൽ മതിയായിരുന്നു ആദ്യത്തെ ട്രിപ്പ്. ഓക്കെ പോകും. വേഗം ഫാസ്റ്റ് എക്സ്പ്രസ് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ എങ്ങനെയെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറക്കണം. ഇത് ഇവിടം വരെ എത്തി. ഇത് നല്ല പാടാ ഗൈസ്, വിചാരിക്കുന്ന പോലെയല്ല. കാരണം ഇത് ചിലപ്പം വന്ന് വീരും ഗ്യാസ് പോകുമ്പോൾ അതൊന്ന് പതുക്കെ പോകാൻ പറ്റുള്ളൂ. അതാണ് നല്ല പ്രശ്നം. ഇത്രയും ദൂരമുണ്ട്. അടുത്തൊന്നും സ്ഥലം എടുത്താൽ മതി. പക്ഷെ എൻ്റെ വീട്ടിൽ വയ്ക്കണ്ട, അതാണ് നല്ലത്. ഇവിടെ കൊണ്ടുവച്ചാലേ ഇതിപ്പോൾ എന്തിനെങ്കിലും ഈ വീട് ഇടയ്ക്ക് യൂസ് ചെയ്യണം. ചുമ്മാ ഇട്ടിരുന്നാൽ അത് പൊടിയും പിടിച്ച് നാശമായി പോകും. അപ്പം ആരും ഇവിടെ ഇല്ല, പ്രവർത്തിച്ച് പോയി ലോസ് ആൻഡോസിലേക്ക്. ഈ ഇത് കേട്ടണ്ട പതുക്കെ, അല്ലെങ്കിൽ വേണ്ട കയറ്റാം. ഗ്യാസ് വന്നു. എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് മാറുത്ത വണ്ടി വരുന്നുണ്ടില്ലേ? അയ്യോ 2 ഗ്യാസ് വീണ്ടും താഴെ പോയി. പണ്ടാരടങ്ങാൻ ഈ കയറ്റമാണ് പാട്. അതൊന്ന് എടുത്തു വയ്ക്കട്ടെ ഗൈസ്. ജസ്റ്റ് വെയിറ്റ് ഗൈസ്. ഒരു വിധി എങ്ങനെ ഇത് കയറ്റി? എൻ്റെ അമ്മോ, 5 എണ്ണം ഇല്ലേ? 3, 4, 5 നീ അവിടം വരെ ഗ്യാരേജ് വരെ എത്തിക്കാൻ എങ്ങനെങ്കിലും ഇത് ഇറക്കിയിടണം. ഞാൻ വണ്ടി നൈസായിട്ട് കയറ്റിയിട്ടേ അവിടെ തള്ളിയിടാൻ പറ്റുമോ നോക്കട്ടെ. ഈ ഗ്യാസ് ഇല്ലാതെ വണ്ടി കൊണ്ടുപോകാൻ എളുപ്പമാണ്. പക്ഷെ ഗ്യാസുമായിട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ടോ നല്ല ടാസ്ക്. ഇത് വന്ന് വീണാ പണിയാവും. ഗ്യാസിന് പൊട്ടിത്തെറിക്കണമല്ലോ. ഇതിപ്പം വന്ന് വീണാ പിന്നെ എടുത്ത് വയ്ക്കണം. അതാണ് ഗ്യാസ് ഡെലിവറി ബോയ്സൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ പിന്നെ എനിക്ക് വേറെ ജോലിയില്ല എന്നതാ ഫ്രണ്ടിന് വേറെ ജോലിയൊന്നുമില്ല. അപ്പം
വീണോ വീണോ വീണോ? എല്ലാം കറക്റ്റായി വീണോ? എനിക്കൊന്ന് ചെക്ക് ചെയ്യാം. എല്ലാം പുറത്തുപോയി വീണെന്നാ തോന്നുന്നത്. 1 2 ഞാൻ കയറ്റി വയ്ക്കട്ടെ. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5. ഇവിടെ കിടപ്പുണ്ടല്ലോ. അപ്പം ഇങ്ങനെ തന്നെ കിടന്നോട്ട്. ഇത് താഴ്ന്നിടാനും കുഴപ്പമൊന്നുമില്ല. ഒന്ന് കയറാത്തത് തള്ളി കിട്ടും. പിന്നെ ആദ്യം തള്ളി കയറ്റണം. അല്ലെങ്കിൽ ഇത് അകത്തോട്ട് ഇത് എങ്ങനെയെങ്കിലും. ഓക്കെ, തൽക്കാലം ഇങ്ങനെ കിടന്നോട്ട്. ഞാൻ പോയി അടുത്ത ലോഡും കൊണ്ടുവരാം. ഓക്കെ, ഇത് പതുക്കെ ഗ്യാസിന് പുറത്തോട്ട് വരുമെന്ന് തോന്നുന്നു. മീൻസ് ആ സിലിണ്ടേഴ്സ് അകത്ത് കിടക്കുന്ന ഇതൊരു ഐഡിയ ഉണ്ട് എനിക്ക്. നമ്മൾ ഈ വണ്ടി ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് നേരെ അതിനെ സ്പീഡിൽ കൊണ്ടുപോയി തട്ടണം. അപ്പം അത് അകത്തോട്ട് കയറിപ്പോവും. തട്ടിയില്ല, അതൊക്കെ ചെയ്യാം. ഇത് വെച്ച് ഞാൻ ഒരു ഗ്യാസ് ലോഡ് ചെയ്യുന്ന പാർട്ട്. ഇതെന്ത് കയറാത്ത ഒന്ന് പോവാത്ത അതാണ്. അങ്ങനെ തന്നെ കിടന്നോട്ട്, കുഴപ്പമില്ല. അങ്ങനെ കിടന്നോട്ട്, തൽക്കാലം അങ്ങനെ തന്നെ കിടന്നോട്ട്. ഇനി അടുത്ത ലോഡുമായിട്ട് വരാം ഗൈസ്. ഈ പാർട്ട് ഞാൻ ജസ്റ്റ് ലോഡ് ചെയ്യുന്നത് മാത്രമേ കാണിക്കത്തുള്ളൂ. അടുത്ത പാർട്ടില്ല നമ്മളെ ഗ്യാസ് ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഒക്കെ. ഓക്കെ, പോവാം. പൊയ്ക്കോളൂ. അയ്യോ, ഇവിടെ എന്താ കുറച്ച് ഗ്യാസ് വീണ് കിടക്കുന്നത്? എടാ, എന്താ ഇവിടെ കുറച്ച് ഗ്യാസ് വീണ് കിടക്കുന്നത്? ആരെങ്കിലും കൊണ്ടുവന്നതിന് കുറച്ച് ഗ്യാസ് അവിടെ കിടക്കുന്നത് ഗൈസ്. എന്താണെന്നറിയത്തില്ല. അയാളെ കാണാനില്ലല്ലോ. അയാൾ ഇതവിടെ പോയി. ഞാൻ അടുത്ത സെറ്റ് ലോഡ് ചെയ്യാം. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നു. അപ്പം ഇനി അടുത്ത ട്രിപ്പ് ആൾ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നു. അപ്പം കുഴപ്പമില്ല. നമുക്കിനി അടുത്ത ഇത് ലോഡ് ചെയ്യാം ഗൈസ്. അടുത്തത് ലോഡ് ചെയ്യാം. ഗൈസ്, അടുത്ത ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് ആൾ ലാസ്റ്റ് ആദ്യത്തെ ട്രിപ്പിൽ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് എടുത്തോന്ന്. ഇതും താഴെയോ? അയ്യോ, അടിപൊളി. ഇനി 2 ഇതിനകത്ത് കിടപ്പുള്ളൂ. ബാക്കിയും കൂടെ എടുത്തു വെക്കണമല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, ബാക്കി ഗ്യാസ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇതും കൂടെ കൊണ്ടുവച്ചാൽ ലോഡിങ് കഴിഞ്ഞു. ആദ്യത്തെ ഒരു പട്ടാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും അവിടെ എന്താണെന്തോ ഗ്യാസ്, അവിടെ എന്താണെന്തോ കുറച്ച് ഗ്യാസ് വീണ് കിടക്കുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഭാഗത്തില്ലേ, ഇവിടെ എന്താണെന്തോ ഗ്യാസ് വീണ് എടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഗൈസ്. ഇത് ആര് കൊണ്ടുവച്ചിട്ടതാണോ അതോ ഇനി വന്നപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് തട്ടി വീണതാണോന്നും എനിക്കറിയത്തില്ല. അതെന്തെങ്കിലും കുഴപ്പമാവട്ടെ, നമുക്കെന്തായാലും പതുക്കെ നീങ്ങാം. ഓക്കെ, ഇതൊരു 5 ഉണ്ട്. ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് ഫ്യൂവൽ ടാങ്കിനെ പറ്റിയെന്ന്. ഞാൻ വിചാരിച്ച അതായിരുന്നു ഗ്യാസ് ടാങ്ക്. അത് തെറ്റിപ്പോയി. ഫ്യൂവൽ ടാങ്കിൻ്റെ ഗ്യാസ് ടാങ്ക് എന്ന് വിചാരിച്ചു. അതാ 2 പോകാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ടപ്പോഴേ മനസ്സിലായത് 5 കൊണ്ടുപോകാം. ഇനിയിപ്പോൾ അതൊക്കെ നിങ്ങൾ ഇനി ഒരുത്തന്മാരും വരാതെ എന്നാൽ മതിയായിരുന്നു. നേരത്തെ കണ്ട പോലത്തെ ഗ്യാസ് ഡ്രൈവേഴ്സിൻ്റെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ സംഭവം. ഇതൊന്ന് പതുക്കെ കൊണ്ട് എത്തിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ നോക്കി ഓടിക്കണം, എല്ലാ സൈഡും നോക്കണം ആരെങ്കിലും സ്പീഡ് വരുന്നുണ്ടോ. നേരത്തെ ഒരുത്തം വന്ന് സ്പീഡിലിടിച്ച് അവൻ്റെ വണ്ടിയിൽ ഞാൻ പേടിച്ച്. പ്രതികാരം വീട്ടണ്ടേ. നമ്മുടെ വണ്ടി കൊള്ളാല്ലേ, റെഡ് കളർ, ഫുള്ള് റെഡാവത്തെ. പക്ഷെ വീട് മഞ്ഞായിപ്പോയി. അത് കുഴപ്പമില്ല. എൻ്റെ ബൈക്ക് സ്റ്റിൽ സ്റ്റോറുമില്ല. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ ബൈക്ക് എടുത്ത വീഡിയോ ഞാൻ ഒരു ദിവസം ഇടാം. അതും ട്രവറൊക്കെ പോയിട്ട് ഞാൻ ഈ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ കൊടുത്ത സമയത്താണ്. ഞാൻ അത് പതുക്കെ കിട്ടത്തുള്ളൂ. എല്ലാ വണ്ടികളെ സമയമെടുക്കും. ആ വണ്ടികളൊക്കെ ഇനി കുറച്ച് വീഡിയോസ് ഇല്ലായിരിക്കും. പക്ഷേ ട്രവറുമായിട്ടുള്ള ചലഞ്ച് വീഡിയോസ് ഇനി ആ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രവർ ഇപ്പോൾ നാട്ടിലില്ല, തിരിച്ച് പോയി. ട്രവർ വേറെ വണ്ടിയായിട്ട് ഇനിയും തിരിച്ച് വരും ഇങ്ങോട്ട്. നേരത്തെ ലോസ് ആൻഡോസിൽ നിന്ന് വന്നപ്പോൾ ഈ ആ G-Wagon കൊണ്ടാണ് വന്നത്. അവിടെ നിന്നാണ് ഇവിടം വരെ വന്നത്.
ഡ്രൈവർ ആ വണ്ടിയും കൊണ്ട്. ശരിക്കും ഇവിടെ വരാൻ റോഡുണ്ടോ? അതെനിക്ക് സംശയമാണ്. നമുക്ക് എയറോപ്ലെയിൻ വഴി കയറിയിട്ട് ഈ ഫ്ലൈറ്റ് പിടിച്ചിട്ടില്ലേ, അങ്ങനെ പോകാനല്ലേ പറ്റൂ. ഈ ഇന്ത്യയിൽ നിന്ന് നേരെ ലോസ് ആൻഡോസിലേക്ക് റോഡ് വഴി പോകാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം, എനിക്ക് അത്ര അത് അറിവില്ല. ഓക്കെ, ഇതുവരേക്കും ഭാഗ്യത്തിന് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് ഗ്യാസ് കൊണ്ട് ലോഡ് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പം ഇനി എൻ്റെ ഉദ്ഘാടനം ബാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതൊക്കെ വേറെ വേറെ വീഡിയോസ് ഞാൻ ഇടാം. ഓക്കെ ഇവിടെ ഇറക്കാണ് നോക്കേണ്ടത്. വണ്ടി ഒന്നും സ്പീഡിൽ വന്നില്ല, ഒറ്റ മൈൻഡ്. ഇവിടെയും ഗ്യാസ് അടപ്പുണ്ടല്ലോ, യവന്മാരുടെ നേരെ കൊണ്ടുപോകുന്നില്ലേ? അവിടെയൊക്കെ കുറച്ച് ഗ്യാസ് കളക്കുന്നു. പക്ഷെ ഞാൻ തള്ളിയിട്ടൊന്നുമില്ല, ഞാൻ തള്ളിയിട്ടത്. ഓക്കെ, നേരെ പോവാം. ഓക്കെ പോകു. ആ ഗ്യാസ് ആരാണോ തള്ളിയിട്ടത്. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം ഈ കയറ്റമാണ്. ഈ കയറ്റം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല, പക്ഷെ ഇവിടെ ഈ എൻ്റെ ടയർ കയറുമ്പോഴേ ഈ ഇതെല്ലാം കൂടെ ചിലപ്പോൾ പൊങ്ങും. നമ്മൾ സ്ലോ ആയിട്ടുകൊണ്ട് കയറ്റിയാൽ ഇത് പ്രശ്നം. അതുകൊണ്ട് നോക്കിയും കണ്ടും കയറ്റണം. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് കയറ്റിപ്പോവാം. ഇയാളിത് ഏത് വഴി വരുന്നതാണോ ഇതുവഴി. ഇവിടെ അത്ര സീനില്ല, ഇവിടെ കൂടെ നൈസായിട്ട് കയറ്റാം. പണിയാവാതിരുന്നാൽ മതിയായിരുന്നു. ഒരിച്ചിരി പാടാണ്. ബാക്കിലത്തെ ടയറാ വിഷയം, ഇത് പൊങ്ങിപ്പോകുന്നു. കാരണം ഒരു സൈഡ് പതുക്കെ ദൈവം സഹായിച്ച് ഇപ്രാവശ്യം ഒന്നും പറ്റിയില്ല. ഓക്കെ, നേരെ ഈ വഴിയാണ് ഞാൻ ഓടിക്കാൻ പോകുന്നത്. റോഡ് വഴി ഞാൻ ഓടിക്കുന്നില്ല. ഇത് വഴിയാകുമ്പോൾ പെട്ടെന്ന് എത്തും. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്യാസ് ലോഡിങ് വീഡിയോ കൂടെ തീരാൻ പോവുകയാണ് ഗൈസ്. പതുക്കെ. ഇവിടെ കൊണ്ട് നൈസായിട്ട് നമുക്കൊണ്ട് കയറ്റാം ഗ്യാസൊക്കെ. ഇനി 10 ഗ്യാസായി, ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കണം. അയ്യോ ഓക്കെ, ഒരെണ്ണം മാത്രം വെളിയൊന്നും വരും, ബാക്കിയെല്ലാം അകത്ത് വരുന്നു. ഒരെണ്ണം മാത്രം പുറത്ത് കിടക്കുക. അത് തള്ളി നീക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പം നമ്മൾ ഗ്യാസ് എല്ലാം ലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ. വേറെ ഭാഗ്യത്തിന് ഇതുവരെയും പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഈ വീഡിയോ. ഇനി ഇതിൻ്റെ ഇനോഗ്രേഷനും പിന്നെ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുന്നതൊക്കെ ഞാനൊരു വേറെ വീഡിയോയിൽ ഇത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.